ONV ജയന്തി സംഘടിപ്പിച്ചു. ചവറ നമ്പ്യാടിക്കലിലാണ് ജന്മഗൃഹ സ്മാരക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ONV ജയന്തി സംഘടിപ്പിച്ചത്. കലാസരിത്ത് സാംസ്കാരിക സമിതിയും ONV ജയന്തി സംഘടിപ്പിച്ചു. ONV ജന്മഗൃഹ സ്മാരക കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ONV ജയന്തി. കവിയുടെ ജന്മഗൃഹമായ ചവറ നമ്പ്യാടിക്കലിലായിരുന്നു ജയന്തി ആഘോഷം. പുഷ്പാർച്ചന, കാവ്യാർച്ചന എന്നിവയും നടത്തി. ചവറ KS പിള്ള അധ്യക്ഷത വഹിച്ചു. അത് പലരും കാണാനിടയില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിൽ തന്നെയും ആ കൃതിയുടെ പേര് കലയും കശാപ്പും എന്നാണ്. അത് എഴുത്തുകാരൻ്റെ പേര് ONV കുറുപ്പെന്നല്ല, കലേശൻ എന്നായിരുന്നു. 40കളിൽ ആദ്യമായി കൊല്ലം അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച ചെറിയൊരു പുസ്തകം. അത് പിൽക്കാലത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ NIV സാറിവിടെ വന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ചില കോപ്പികൾ NIV സാറിനും എനിക്കും കൂടെ നാശറാം പാസിക്കും തരികയുണ്ടായി. ആ കോപ്പി അത് ഭദ്രമായി ഞാൻ സൂക്ഷിച്ചിരുന്നു. ശരിയെങ്കിൽ പോലും ഒരു സന്ദർഭം വന്നപ്പോൾ ഇത് കിട്ടാനില്ല. ബേബി സാറിന് അന്വേഷിച്ചിട്ടില്ല, പാസിനും ഇല്ല. അപ്പോൾ അന്വേഷിച്ചത് പിരിപ്പങ്ങോട് സാറ് ഭാഷാശിന് വേണ്ടി ONV കവിതകളെ സംബന്ധിച്ച് സമഗ്രമായൊരു പഠനം നടത്തുന്ന സന്ദർഭത്തിലാണ് ആദ്യ കൃതിയുടെ അന്വേഷണം വന്നത്. ONV പാട്ടും പൊരുളും എന്ന വിഷയം ആകാശവാണി റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല അവതരിപ്പിച്ചു. തുടക്കകാലത്ത്, പിന്നീട് ഞാൻ അങ്ങനെ അടുപ്പമൊന്നും പുലർത്താൻ പോയിട്ടില്ല. ഞാൻ കോഴിക്കോട് ആകാശവാണിയിലുള്ള സമയത്ത് അദ്ദേഹമായിട്ട് വളരെ അടുപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹം മലയാളത്തിലെ ഏത് പഴയ ചലച്ചിത്ര ഗാനം, നമുക്ക് ഓർമ്മയില്ലാത്ത ചലച്ചിത്ര ഗാനം കൂടി ഗിരീഷിന് ഓർമ്മയുണ്ടായിരുന്നു. ഗിരീഷ് ഇങ്ങനെ വെറുതെ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ ഈ പാട്ടുകളാണ് നമ്മളോട് പറയുക. അപ്പോൾ ആ ഉള്ളിൽ സൂക്ഷിച്ച ഗാനങ്ങളുടെ സംസ്കാരം അദ്ദേഹത്തിന്റെ പ്രതിഭയുമായി ചേർന്ന് പുതിയ ഗാനം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സംസ്കാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണ്. ONV സാറിന്റെ പാട്ടുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ, മലയാളത്തിൽ ആ കാലത്ത് പാട്ട് എഴുതിയിരുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും സമുന്നതരായ കവികളാണ് ഗാനങ്ങൾ എഴുതിയിരുന്നത്. നമ്മൾ പേര് പറയുമ്പോൾ അവരെയൊക്കെ നമ്മൾ സംഗീത സംവിധായകരെയും ഗാനരചയിതാക്കളെയും എല്ലാം മാസ്റ്റർ എന്ന് വിളിച്ചാണല്ലോ സാധാരണ സംബോധന ചെയ്യുന്നത്. നമ്മൾ P. ഭാസ്കരൻ മാസ്റ്റർ, K. രാഘവൻ മാസ്റ്റർ, ദേവരാജൻ മാസ്റ്റർ എന്നാണ്. ഞാനൊക്കെ ആണെങ്കിൽ 7 കൊല്ലം കോളേജിൽ പഠിച്ചിട്ടാണ് മാസ്റ്റർ എന്ന് പറയുന്ന ബിരുദം നേടിയത്. അപ്പോൾ പക്ഷെ ഒരു പ്രയോജനമില്ല. ഞാൻ നേടിയ ബിരുദത്തിൽ എനിക്ക് കാര്യമായ വിവരമില്ല എന്ന് എനിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പക്ഷേ ഇവരുടെ വൈദഗ്ധ്യം മനസ്സിലാക്കിയിട്ട്, അവരുടെ പ്രതിഭ മനസ്സിലാക്കിയിട്ട് ഈ സമൂഹമാണ് അവർക്ക് മാസ്റ്റർ എന്ന പദവി കൊടുത്തത്. ONV സാറിന് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സാർ അല്ലാതെ തന്നെ അധ്യാപകനായതുകൊണ്ട് അദ്ദേഹത്തിന് മാസ്റ്റർ എന്ന പദവിയുടെ ആവശ്യമുണ്ടായി. ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. TP ശാസ്ത്രമംഗലം, D. സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കലാസരിത് സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലും ONV ജയന്തി സമ്മേളനം നടത്തി. കേരള ശബ്ദം പത്രാധിപർ R. പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ചവറ സുരേന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു. ഉണ്ണി വിജയ് നായർ, ജോസഫ് വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.